തലസ്ഥാന നഗരിക്ക് അക്ഷര വെളിച്ചം പകർന്ന് നടന്ന മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് പതിപ്പിന് തിരശ്ശീല വീണു. ഈ വായനയുടെ കാലത്തും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു പുസ്തക നഗരിയിൽ കണ്ടത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളുമെല്ലാം അക്ഷര നഗരിയിലേക്ക് ഒഴുകി. സ്വദേശി പൗരന്മാർ കുടുംബവുമായിട്ടാണ് എത്തിയത്. വാരാന്ത്യ ദിനങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. മികച്ച പ്രതികരണമാണ് ആളുകളിൽ നിന്ന് ലഭിച്ചതെന്നും പുസ്തകങ്ങൾക്ക് നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോയെന്നും സ്റ്റാൾ ഉടമകൾ പറഞ്ഞു. UAE കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി, ഇറാൻ വിദേശകാര്യമന്ത്രി എന്നിവർ വിവിധ ദിവസങ്ങളിലായി പുസ്തകോത്സവ നഗരിയിൽ എത്തിയിരുന്നു. ഈ വർഷം 35 രാജ്യങ്ങളിൽ നിന്നുള്ള 674 പ്രസാധക സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കാളികളായത്. അതിൽ 640 നേരിട്ടും 34 ഏജൻസികൾ വഴിയും പങ്കെടുത്തു. വടക്കൻ ഷർക്കിയയായിരുന്നു ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ്. വൈവിധ്യമാർന്ന പ്രസിദ്ധീകരണങ്ങൾ, പാനൽ ചർച്ചകൾ, സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയും നടന്നു. അതിഥി ഗവർണറേറ്റായ വടക്കൻ ഷർക്കിയയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങൾ, ശാസ്ത്രീയവും മാനുഷികവുമായ നേട്ടങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആധുനിക ജീവിതത്തിന്റെ ഘടകങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന സാംസ്കാരിക പരിപാടികളും പ്രവർത്തനങ്ങളും സന്ദർശകർക്ക് മികച്ച അനുഭവമായി. ഷർക്കിയയുടെ സാംസ്കാരിക, ചരിത്ര, ശാസ്ത്രീയ, മാനുഷിക പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം സമകാലിക ജീവിതശൈലിയും വിലായത്തുകളിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. മലയാളത്തിന്റെ മാധുര്യവുമായി 3 സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 ഒമാനിലെ പ്രമുഖ പുസ്തക വിതരണക്കാരായ അൽബാജ് ബുക്സിന്റേതായിരുന്നു. DC ബുക്സിന്റേതാണ് മറ്റൊന്ന്. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങളെല്ലാം സ്റ്റാളുകളിൽ ലഭ്യമായിരുന്നു.